എറണാകുളം ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള നെല്ലിക്കുഴി ഹൈസ്കൂളിനെ ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം PAM ബഷീർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെല്ലിക്കുഴി ഹൈസ്കൂളിൽ നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എറണാകുളം ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള നെല്ലിക്കുഴി ഹൈസ്കൂളിൽ ഒരു സമയത്ത് 1000-ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. എന്നാൽ സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാത്തതുമൂലം കുട്ടികൾ കൊഴിഞ്ഞു പോകുകയായിരുന്നു. നെല്ലിക്കുഴി ഹൈസ്കൂളിനെ ആധുനിക നിലവാരത്തിൽ ഉയർത്തുമെന്നും ഇതിന്റെ ഭാഗമായി 2 വർഷമായി തകരാറിലായിരുന്ന സ്കൂൾ ബസ് പൂർവ്വസ്ഥിതിയിലാക്കിയെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം PAM ബഷീർ പറഞ്ഞു. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ച് നെല്ലിക്കുഴി ഹൈസ്കൂളിൽ നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയോജനകരമാവുന്ന വികസന പദ്ധതിയാണ് റോഡ് നിർമ്മാണമെന്ന് PAM ബഷീർ കൂട്ടിച്ചേർത്തു. ഒരു കാലഘട്ടത്തിൽ 1000-ഓളം കുട്ടികൾ പഠിച്ച വിദ്യാലയമായിരുന്നു. ഇന്നത് ചുരുങ്ങി വളരെ കുറച്ച് കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമായിട്ടാണ് ഞങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതിയും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയും അധികാരത്തിൽ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 5 വർഷക്കാലം ഒരു വികസന പ്രവർത്തനവും നടത്താതെ കിടന്ന ഈ സ്കൂളിൽ ഓരോ വർഷവും കുട്ടികൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമായിരുന്നു. നെല്ലിക്കുഴിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രതിഭകളെ സമ്മാനിച്ച 1000-ഓളം കുട്ടികൾ പഠിച്ച ഈ വിദ്യാലയം നിലനിർത്തേണ്ടത് ഈ ഗ്രാമപഞ്ചായത്തിന്റെയും പ്രത്യേകിച്ച് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും അഭിമാനമായി കണ്ടുകൊണ്ട് എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഈ സ്കൂളിലെ റോഡ് കട്ട വിരിച്ച് പൂർത്തീകരിച്ചിട്ടുള്ളത്. നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനീറ നസീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജീബ് ഇരമല്ലൂർ, അസീസ് മാമോളം, ഫൗസിയ ഷിയാസ്, രാഹുൽ തങ്കപ്പൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. നൌഫൽ കാപ്പുചാലിൽ, യൂസഫ്, അധ്യാപകരായ അനുജ, അഞ്ജു, ഷാജിദ, റസ്മി, ആശ, രമ്യ, ടിനി തോമസ്, ഷിനി, ജാസ്മിൻ, സക്കറിയ, ബാസില, സൽമ തുടങ്ങിയവരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സ്മിത KV നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.